ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? ഇന്നലെപ്പളാ വന്നത്? ഇന്നലെ വിളിക്കാൻ സമയം കിട്ടിയില്ല. വലൈക്കും മുസ്സലാം. ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി. ഇവിടെ വന്നു നോക്കുമ്പോഴേ എനിക്കിപ്പോ വരണ്ടിന്നില്ലാന്ന് തോന്നുകയാണ്. അതെന്തേ? എന്റെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാ? അല്ലെങ്കിൽ നൂറ് എന്തെങ്കിലും പറഞ്ഞാ? എന്തിനാ കൊറേ പറയണത്? നിങ്ങളെ അമ്മയും പെങ്ങളും ഉണ്ടല്ലോ, ഇന്നെ കണ്ടപ്പോ മുതൽക്കേ മുഖം ഇങ്ങനെ വീർപ്പിച്ച് നടക്കുകയാണ്. ഓ, അതാണ് കാര്യം. അതിപ്പോ അത്ര കാര്യാക്കൊന്നും വേണ്ട. അതൊരു വിഷയാക്കൊന്നും വേണ്ട. ഇക്ക ഇന്നലെ ഇവിടെ ഉണ്ടല്ലോ ഒരു സംഭവം നടന്ന്. ഞാൻ വന്ന പാടന്നെ ഇമ്മ അതിനെ പറ്റിങ്ങാണ്ട് മുള്ളും മുനും വെച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാന്നുള്ളത് എനിക്കറിയാലോ. എന്താ കാര്യം പറയേ? വളച്ചു കെട്ടില്ലാതെ കാര്യം പറയേ. ഇന്നലെ ഇവിടെ വീടിന്റെ ഓണർ ഉണ്ടല്ലോ തെരഞ്ഞു വന്നീന്ന് വാടക തെറ്റിയിട്ട്. വാടക തെറ്റിയേ? അപ്പൊ നൂറ് പിന്നെ പണിക്കൂടെ ക്യാഷൊക്കെ എന്താ കാട്ടുന്നത്? കൊടുത്തുന്ന് പറഞ്ഞത് നിങ്ങളമ്മ. നിങ്ങളെ പെങ്ങളെ ഒരു പുന്നാര ഫ്രണ്ട് ഉണ്ടല്ലോ, എല്ലാത്തിനും അവളാണല്ലോ മുൻകൈ എടുക്കല്. അവള് കൊടുത്തുന്നാ പറഞ്ഞത്. ആ ജംഷീന്ന് പറഞ്ഞ പെണ്ണെ, അല്ലെങ്കിലും ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പൊ അവളാണല്ലോ. അല്ലെങ്കിലും ജംഷിക്ക് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നോക്കൽ കുറച്ച് കൂടുതലാണ്. ഇതിപ്പോ ഞാന് കുടുംബം നോക്കണില്ല, വീട് നോക്കണില്ല എന്ന് അറിയിക്കാൻ വേണ്ടിട്ടല്ലേ ജംഷിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടാവുക? അല്ലാതെ പിന്നെ നൂറിന്റെ കയ്യില് ക്യാഷ് ഇല്ലാഞ്ഞിട്ടൊന്നല്ല, മനഃപൂർവ്വം ഉണ്ടല്ല നിങ്ങളെ നാറ്റിക്കാൻ വേണ്ടി ചെയ്യണതാണ് അവള്. എന്തായാലും ഉമ്മാക്ക് ഞാന് പിന്നെ വൈകിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ വൈകിട്ട് ഉമ്മാക്ക് വിളിക്കാം. ഞാൻ ഇപ്പൊ ഇത് തിരക്കിലാണ്, വർക്കിലാണ് കേട്ടോ. ശരി എന്നാലേ, അസ്സലാമു അലൈക്കും. ഓക്കെ, വലൈക്കും മുസ്സലാം. ഇനി ഇമ്മി മക്കളും കൂടി ആയിക്കോളും. ഞാൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തിക്കണം. എങ്ങനെയെങ്കിലേ ഇക്കാനെ കൂട്ടിയിട്ടേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. മനുഷ്യന് നാണക്കേടായിക്കണം ഈ വാടക വീട്ടിൽ നിൽക്കാനും. ശ്വാസം മുട്ടിയിട്ട് വെച്ച ഈ അസുഖാന്നുണ്ടെങ്കിൽ മാറണമില്ല. ഈ പെൺകുട്ടീനൊന്നും കണ്ട അടുക്കളയ്ക്ക് കണ്ടിട്ട് തന്നെ അല്ല. ഇന്നലെ വന്ന മുതൽ റൂമിൽ കയറിയതാണല്ലോ. ചോറ് നാനും ഇറങ്ങി, ഇന്ന് രാവിലെ ചായ കുടിച്ചാനും ഇറങ്ങി, പിന്നെ റൂമിൽ തന്നെയാണല്ലോ. അന്ന് വന്നാണ്ട് എനിക്കൊന്ന് കൈസായായിന്ന്. ഇത് വിളിക്കാനും പറ്റൂല റൂമിൽ. ഇതിപ്പോ ആരുണ്ടായിട്ടും കാര്യമില്ല. ചെയ്യാനുള്ളത് ഞാൻ തന്നെ ചെയ്യണം. എത്ര നേരമായി കൂടിയിട്ട് ഒന്നും കൊണ്ട് ഇറങ്ങിക്കൂടെ ഓർക്ക്. ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് നേരം പോയി കെടുക്കാൻ. പോയി പാച്ചുന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ. പാച്ചു പാച്ചു പാച്ചു. ഓ നീച്ച. ഇനിയിപ്പൊ പാച്ചു പാച്ചു എന്ന് വിളിച്ചുകാണ്ട് ഓള് പേരെ പൊളിച്ച് പന്തലിട്ടു. ഇതടി വരണേ. അലിഞ്ഞ ഒരു പാച്ചുണ്ട്. നല്ലപോലെ ആയിരിക്കണ സമയത്ത് ഈ പെണ്ണിനെ ഓൾക്ക് കണ്ടീനില്ല. കണ്ണിൻ്റെ വരെ കണ്ടുകൂടായി ഓൾക്ക്. ഓൾക്ക് ഈ പാച്ചില്ലാതെ പറ്റൂല. അച്ഛൻ്റെ ഒക്കെ ഓരോ പരീക്ഷണങ്ങള്. പാച്ചു പാച്ചു. റിനു, എന്തിനാ ഇങ്ങനെ പാച്ചു പാച്ചു നനങ്ങാണ്ട് വിളിച്ചു കൂവണത്? പാച്ചു ഇവിടെ ഇല്ല റിനു. ഓളെ ബഷീറാക്കാടക്കേ പണിക്ക് പോയിക്കണ്. ഇവിടെ ഇരുന്നാപ്പൊ ഞമ്മക്ക് തിന്നാൻ ആരാ കൊടുന്നു തരല്? ഇങ്ങനെ നേരം വെളുക്കുമ്പോ പാച്ചു പാച്ചു എന്ന് ഇങ്ങനെ വിളിച്ച് കൂവിയിട്ട്. പാച്ചു ഇഞ്ഞേ വൈകുന്നേരം വരുള്ളൂ, ഇപ്പോഴൊന്നും വരൂല. ഇനി പാച്ചു പാച്ചു നനങ്ങാണ്ട് ഇങ്ങനെ അലറി കൂവാൻ നിക്കണ്ട. ഇക്കന്റെ പിന്നാലെ വന്നുങ്ങാണ്ട് മല്ലും പിടിയും കൂടാനേ എനിക്ക് വെച്ച ശ്വാസം മുട്ടിയിട്ട് ഒരു പതുക്കെ എടുക്കാൻ നോക്കുകയാണ് ഞാൻ. ഇങ്ങനെ വിളിച്ചാ നിക്കണ്ട. പാച്ചുനെ നിന്നെയും കൂടി കൊണ്ടുപോയിക്കൂടായിന്ന. പാച്ചു ഒറ്റക്ക് പോയില്ല. പിന്നെ പോണോടത്തൊക്കെ പാച്ചു എന്നെ ഇങ്ങനെ കൊണ്ടടക്കാൻ നടക്കല്ലേ. ഇജെന്താ കിള്ളക്കുട്ടിയാണല്ലോ, ഒരു പാത്ത് മുണ്ടാതെ അടക്കം ഇടുന്നോ. ഇനി ഇങ്ങനെ വിളിച്ച് കൂവാൻ നിക്കണ്ട. ചെവിക്കും തലക്കേ ഒരു സുഖം തന്നാണ്ടി. മുണ്ടൂല ഞാൻ കൊണ്ടാതെ പോയില്ല. അത് വരട്ട പാച്ചു തെറ്റിക്കൂടി. ഞാൻ പോയി നോക്കണം അടുക്കളയ്ക്ക്. പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും.
പെരയിൽ ഇത്രയും ദിവസം നല്ല സുഖമായിരുന്നു. വരണ്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട്. അവിടെ ചെന്നാൽ ചോദിക്കും ആൾക്കാർ എന്താ പോവാത്തത് അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ ഇക്കാക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര മാസം അവിടെ നിന്നാലും ആൾക്കാരെ ചോദ്യം കിട്ടു വന്നതാണ്. പോയി നോക്കണം, അടുക്കളയിൽ പോയി നോക്കട്ടെ. ആദ്യക്കാർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലും സംശയം കൊടുക്കും. എന്തെങ്കിലും അടവ് പറഞ്ഞിട്ട് എല്ലാ റൂമിൽ പോയി കിടക്കാം. ഈ പെൺകുട്ടി ഒന്ന് കുറച്ചു നേരത്തിന് അടുക്കളയ്ക്ക് വന്നിക്കണമെങ്കിൽ കുറച്ച് സമാധാനമായി കയ്യാക്കത്തിന്. ആ കുറച്ചേരം പോയി ഇരുന്നാ മതി. എനിക്ക് കിടക്കണം എന്നില്ല. ശ്വാസം മുട്ടിയിട്ട് ഇത് മരുന്ന് കുടിച്ചോട്ടോ ഒരു മാറ്റം കാണാത്ത സൂക്കടാണ്. ഇതിപ്പോൾ ഇവിടെ വെച്ചങ്ങാണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്യണം. പിന്നെ നൂറെ കണ്ടുകാണ്ട് വന്നാൽ പിന്നെ അതാവും. പിന്നെ വെച്ചോ ഇമ്മ, നൂറൊന്ന് നേരത്തെ പോയോ? ആ, നൂറ എന്നും പോണ നേരത്തെ തന്നെയാണ് പൊയ്ക്കണത്. ഓള് നേരത്തെ ഒന്നല്ല പൊയ്ക്കണത്. ബഷീറാക്കാൻ്റെ അടുത്തൊരു 2 ദിവസം ഉണ്ടായിട്ടില്ല. അവളൊരു ഇന്നലെ രാത്രിയാണ് വന്നത്. അപ്പൊ വിളിച്ചപ്പോ തന്നെ ഒരു പറഞ്ഞിക്കണു എന്നും വരണ നേരത്തെ വന്നാൽ മതി, ഓടി പടങ്ങി വരണ്ടാന്നുള്ളത്. അല്ല, കുഞ്ഞോ വിളിച്ചിന്ന്? കുഞ്ഞോ കാക്കേ ഇന്നലെ രാവിലെ വിളിച്ചതമ്മ. ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം ഇന്ന് വിളിച്ചിട്ട് തന്നെ ഇല്ല. പണി കുറവാണെന്നൊക്കെ പറഞ്ഞിന്ന് കുഞ്ഞോ കാക്ക. ഞാൻ ഇന്ന് രാവിലെ ഇക്കാന്റെ ഫോണിക്ക് വാട്സപ്പ് കോള് കുറെ വിളിച്ചു നോക്കി. അപ്പൊ ഇക്കാന്റെ നെറ്റ് ഓഫാണ്. സാധാ കോള് വിളിക്കാനേ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഇക്കാന്റെ ഫോണത്തെ പൈസ എന്തെങ്കിലും കഴിഞ്ഞിക്കണോന്നുള്ളതേ അറിയില്ല. ഇമ്മാക്ക് വിളിച്ചിന്നങ്ങണ്ട് കുഞ്ഞോ ഇക്കെന്ന് വിളിച്ചതാണ്. ഈ ചണ്ടോർക്ക് പോയതിന് ശേഷം കുഞ്ഞൊക്കെ വിളിച്ചിട്ട് തന്നെ ഇല്ല. കൊറേ ഓനക്ക് ഞാൻ മെസ്സേജൊക്കെ ഇട്ട് നോക്കി നൂറനോട് പറഞ്ഞിട്ട്. ആര് വിളിക്കാന്? ഓക്കെ വിളിച്ചിട്ട് തന്നെ ഇല്ല. ഈ പണിന്റെ തിരക്കെന്തെങ്കിലും ആവും. അല്ലെങ്കിലോ ഇക്ക് എപ്പോഴെങ്കിലൊക്കെ അവൻ വിളിക്കുള്ളൂ. എപ്പോഴും വിളിയൊന്നും ഇല്ല പണ്ടത്തെ പോലെ. ഇമ്മാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളൂ. എല്ലാപ്പോ എന്തെന്നപ്പോ ഇതിനൊക്കെ പറയാ. ഞാൻ എന്ത് ചെയ്യാനമ്മ? ഞാൻ എപ്പോഴും പറയും ഇക്കാനോട് ഇമ്മാക്ക് നൂറൊക്കെ എപ്പോഴും വിളിച്ചോണ്ടിന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇതിപ്പോ ഇങ്ങള് നൂറും കരുതും ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങക്ക് കുഞ്ഞോങ്കാക്ക വിളിക്കാത്തതെന്നുള്ളത്. ഇവിടെ അങ്ങനെ ആരും കരുതിയിട്ടില്ല. ഞാൻ അത് വിചാരിച്ചാണ്ടേ ഇജ്ജ് ബേജാറാവണ്ട. ഇന്റെ ആളെ ഈ പാത്രം ഒന്നും മോറി വെച്ചാ ഇമ്മ പോയിട്ട് കുറച്ചേരം ഇരിക്കട്ടെ. ഇമ്മാക്ക് ശ്വാസം മുട്ടിയിട്ട് വെച്ച. അതുമ്മ എനിക്ക് പനിക്കുണ്ട് തോന്നണ്. മേലും കൈയൊക്കെ ഭയങ്കര വേദന. ഞങ്ങളടുത്തുനിന്ന് ഗുളിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി കുടിക്കാലോ വെച്ചിട്ട് വന്നതാണ്. ഞാൻ കുറച്ചേരൊക്കെ കൊലായ്മ ഇരുന്ന് നോക്കി ഒന്ന് കെടുക്കാൻ വേണ്ടി പോവുകയെന്ന്. ഇമ്മാന്റെ അടുത്ത് ഗുളിക ഒന്നും ഇല്ലല്ലോ. ഇമ്മാന്റെ കുട്ടിക്ക് നൂറിന്റെ സ്വഭാവം അറിയില്ലേ. അങ്ങനെ ഇങ്ങനെ ഒന്നും ഓള് ഗുളിക കുടിക്കാൻ സമ്മതിക്കൂല. എനിക്ക് കുഴപ്പമില്ല, അതാണ്ട് മാറിക്കോളും. ഞാൻ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചോണ്ട് ഉമ്മ ഇങ്ങോട്ട് നിൽക്കി. ഞാൻ മോരിത്തരാം പാത്രം. ഇനിയിപ്പോൾ ഈ പനിക്കണോടത്ത് ഇജ്ജ് മേലും കൈ ഇളക്കിങ്ങാണ്ടേ പനി കൂട്ടാൻ നിൽക്കണ്ട. ഇജ്ജ് പോയി കിടന്നോ, ഞാൻ മോറിച്ചോണ്ട് ഈ പാത്രം. അതുമ്മ ഇങ്ങക്ക് ശ്വാസം മുട്ടുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ പോയി കിടന്നപ്പോൾ എങ്ങനെ ശരിയാവുക? ഇൻ്റെതൊന്നും ഇപ്പം ഇൻ്റാളെ അത്ര വലിയ കാര്യമാക്കണ്ട. ഇമ്മാക്ക് ഇതൊക്കെ ശീലയിക്കണ്. ഇപ്പൊ ഇന്നൊന്നേലും തുടങ്ങിയതൊന്നല്ലല്ലോ ഈ ശ്വാസം മുട്ടല്. ചെല്ല്, ഇതാള് പോയി കുറച്ചേരം കെടുക്ക്. ഇനി എങ്ങനെ നിന്നിട്ട് പനി കൂട്ടാൻ നിൽക്കണ്ട. കുറവില്ലെങ്കിലേ നമുക്ക് വൈകുന്നേരം പോവാം ആസ്പത്രിക്ക് നൂറ വന്നിട്ട്. ചെല്ല്. സമാധാനായി. ഇനി കുറച്ചേരെ നല്ല കുശാലായി കിടന്നുറങ്ങാം. ആർക്ക് പനി? പനിന്റെ പേരും പറഞ്ഞിട്ട് ഇതിപ്പോ തള്ളനെക്കാട്ടും വലിയ സൂക്കട പിള്ളക്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ചൊല്ലുണ്ട് പണ്ടത്തെ ആൾക്കാർക്ക്. അതേപോലെയാണ് ഇപ്പൊ ഈ പേരൻ്റെ ഉള്ളത്തെ അവസ്ഥ. ഇമ്മ, ഇങ്ങക്കെന്താ വയ്യേ?
ആ ഇൻ്റാളൊന്ന് നേരത്തെ വന്നാ അത് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊരു ശ്വാസം മുട്ടല് എന്നുള്ളതല്ലേ, അയിക്കൂടെ ഒന്ന് കുറച്ച് ലേശം കൂടിയിക്കണ് തോന്നണ്. അത്ര തന്നെ ഉള്ളു. മുടി കെടുക്കാണ്, വേറെ കുഴപ്പമൊന്നുമില്ല അമ്മക്ക്. മുട്ടിക്ക് പനിയാണ്. ഞാനാ പറഞ്ഞതോളോടെ കുറച്ചേരം കെടുക്കാന്. ഇമ്മാക്ക് പിന്നെ ഇതൊക്കെ ഒരു ശീലമായതുകൊണ്ടേ വലിയ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് എന്നാ അസുഖമില്ലാത്തത്? നേരത്തിന് വന്നിട്ട് ഉണ്ടാക്കി വെച്ചതേ വെട്ടി വിഴുങ്ങി തിന്നാനേ ഓൾക്കൊരു അസുഖം ഇല്ലല്ലോ. എടി ഇമ്മാന്റെ കുട്ടി ഒന്ന് പതുക്കെ പറയും, ഓള് കേൾക്കും. പിന്നെ അതാവും ഇവിടുത്തെ അടുത്ത പ്രശ്നം. ഇമ്മ ആരെയാണ് ഇങ്ങനെ പേടിക്കണത്? ഇമ്മാന്റെ മകന്റെ ഭാര്യനെ. നൂറൊന്ന് നേരത്തെ വന്നാ എന്താ ബഷീറാക്കടുത്ത പണി നേരത്തെ കഴിഞ്ഞോ? ഇതെന്താ പെണ്ണ് മകന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞത്? പോയോക്കട്ടെ. ഇമ്മാന്റെ കുട്ടി ഒന്നും ഉണ്ടാതെ നിക്ക്. ഇമ്മാക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നുള്ളതിനെക്കാട്ടി ഒരു ഇച്ചിരി ശ്വാസം മുട്ടല് കൂടിയേക്കണ്. അത്ര തന്നെ ഉള്ളു. അത് വൈകുന്നേരം ആകുമ്പോത്തിന് മാറിക്കോളും. അതെ, എല്ലാത്തിനേ മകന്റെ മരുമോളി മുന്നിലേ പഞ്ച പാമ്പോലെ ഇങ്ങനെ നിന്നോളി. ഇമ്മ എന്തിനാ അവൾക്ക് ഇങ്ങനെ വയ്യാതെ വെച്ചുണ്ടാക്കി കൊടുക്കണത്? ഇമ്മ അവള് വേലക്കാരിയാണ്. ഇമ്മാക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഈ മകനും മരുമോളും ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ നോക്കാന്. ആരുണ്ടാവില്ല നോക്കാന്. ഒരു ഉറുപ്പ്യ പോലെ ആരും ചെലവാക്കില്ല. അപ്പോൾ ഈ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ എല്ലായിടത്തും മണ്ടി പായും വേണം. ആരെ നമ്മൾ സഹായിക്കാണ്ടാവല്? എപ്പോഴും ജംഷനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുക? എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ഉമ്മ. ആരും നമ്മൾ സഹായിക്കണേനും എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവും കണക്ക്. ഇങ്ങോട്ട് നിക്കി, ഞാൻ മോറി തരാ പാത്രം. പണിയൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞിക്കണ്. ഇതിപ്പോ രാവിലത്തെ 2-3 പാത്രങ്ങളാണ്. അതൊക്കെ നിന്ന് മോറാൻ വെച്ചാഞ്ഞിട്ട് ഞാൻ പകുതി അവിടെ ഇട്ടതാണ്. ചോറ് പിന്നെ ഇന്നലെ അലിയാക്കാടുന്ന് കിട്ടിയ ചോറ് ഞാൻ ലേസം ചൂടാക്കിയെന്ന്. അവര് കുറച്ച് ബിരിയാണി കൊടുന്നു തന്നില്ല. അതുകൊണ്ട് കയ്യാന്ന് വിചാരിച്ച് അതൊന്ന് മോരിയ ചളച്ചി. ഓ, ഇവൾക്ക് ഇത്ര നാവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒക്കെ ജംഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ പെരുമാറിയാൽ മതി പറയില്ല എന്നുള്ളത്. എന്തായാലും പതുക്കെ പോയോക്കട്ടെ. ഇവളെ പറ്റിക്കണമെങ്കിൽ ഇവളെ പറ്റിക്കാൻ പറ്റൂല. എന്തേ അമ്മായി വരാൻ പറഞ്ഞിട്ടേ വരാഞ്ഞത്? അപ്പോത്തിന് ചെറിയ മാപ്പിളയും വന്നാല ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോത്തിന് വരണുണ്ട് നനങ്ങാണ്ട് വിളിച്ചീനാല. എടീ ഷെറിന്റെ കുട്ടിയെ മുട്ടുത്താൻ തോർത്തിക്കണാലടി. ചെലപ്പേ ഇന്ന് വരേക്കാരം. 2 കീരിപ്പോലും വന്നിക്കണെന്ന് അറിഞ്ഞോള്. 6 മാസമായില്ലേ. എന്ന് കണ്ടതാപ്പൊ ഞാൻ ആ കുട്ടീനെ. എൻ്റെ ഒപ്പമുള്ളതാണ്. അന്നിപ്പൊ കെട്ടിച്ചു വിടാന്നുണ്ടെങ്കിൽ അനക്കും ആയിപ്പോ ഒരു കുട്ടി. ഇമ്മ നിങ്ങൾ പോയി കിടന്നോളി, ഞാൻ എടുത്തോണ്ട് ഇനി ബാക്കിയൊക്കെ. നിങ്ങൾ ഇങ്ങനെ ശ്വാസം മുട്ടിട്ട് എടുക്കാൻ നിക്കണ്ട. ആ നൂറ, ഇജെപ്പളാ വന്നത്? ഞാൻ ഉമ്മാനോട് പറഞ്ഞതാണ് ഞാൻ എടുത്തോളം പണിയൊക്കെ എന്നുള്ളത്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞത് ഇജ് പോയി കിടന്നു ഞാൻ എടുത്തോണ്ട് എന്നുള്ളത്. അവിടെ വെച്ചാളുടെ നൂറ, ഞാൻ ചെയ്തോണ്ട് ഇജ് പോയി കുളിച്ചോ. രാവിലെ പോയതല്ലേ ഇവിടുന്ന്. ഇജ് അവിടുന്ന് തന്നെ കുറെ പണി എടുത്തിട്ടല്ലേ വരണേ. ഇനി ഇവിടെ വന്നിട്ട് എടുക്കണ്ട, ഞാൻ ചെയ്തോണ്ട്. ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ഈ 2 പാത്രം മോറാൻ തന്നെ ഉള്ളു. അത് കഴിഞ്ഞിക്കണേ. ബാക്കിയൊക്കെ പിന്നെ ഉമ്മ ചെയ്ത് വെച്ചിക്കണല്ലോ. ഇൻ്റാളെ പനിക്ക് കുറവുണ്ടാ? ഇല്ലെങ്കിലേ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പത്തെ പനിയാണ്, ഇങ്ങനെ വെച്ചുകാണ്ടിരിക്കാൻ പറ്റൂല. ഹോസ്പിറ്റലൊന്നും പോണ്ടമ്മ, അത് മാറിയിരുന്നേ. അത് ജലദോഷപ്പനിയാണ്, അത് മാറി. ആ പെട്ടെന്ന് വന്നാണ്ടേ പെട്ടെന്ന് മാറണേ ജലദോഷപ്പനി ഉണ്ടല്ല. അത് ഈ ലോകത്തെ ഇന്റെ നാട്ടുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈ പെരയില് മാത്രമേ കണ്ടുവരുന്ന രോഗമാണ്. ഇമ്മ ഞാൻ പോയിട്ട് കുളിക്കട്ടെ. ഇൻ്റാള് നൂറ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. അത് അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി. ഇതിപ്പോ നൂറിന്റെ സംസാരം കേട്ടാ തോന്നും ഞാൻ വെയ്യാന്നുള്ളത് വെറുതെ പറഞ്ഞതാന്നുള്ളത്. ഇക്കിപ്പോ വെയ്യാന്നേ വെറുതെ പറഞ്ഞിട്ടേ എന്ത് കാര്യം കിട്ടാനാണ്? ഇനിയിപ്പേ ഇൻ്റാൾ അയിമ പൊടിച്ച് ഇങ്ങനെ തൂങ്ങാൻ നിക്കണ്ട. നൂറനെ ഇതൊന്നും ഇന്നലെ കാണാൻ തോർത്തിയതല്ലല്ല.
ഓൾക്കേ ഒരു നേരത്തെ ഒരു സ്വഭാവമാണെങ്കിൽ വേറെ നേരത്തെ വേറെ സ്വഭാവമാണ്. ഇന്നോടെന്നെ വെച്ച് കണ്ടിക്കണില്ല. ഈ നേരത്തെ സ്വഭാവം ആവില്ല പിറ്റത്തെ നേരം. ഓൾക്ക് പല നേരത്തെ പല സ്വഭാവമാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇങ്ങനെ വെച്ച് കണക്കിലെടുക്കാൻ നിൽക്കണ്ട. ഇമ്മ പോയിട്ട് കുറച്ചേരം കെടുക്കട്ടെ. ഇഞ്ഞേ എൻ്റെ കുട്ടി കുറച്ചേരം പോയി കിടന്നോളി. ഇവിടെ ഇപ്പോൾ പണിയൊന്നും ചെയ്യാനില്ല. ഉണ്ടായിരുന്നത് ഇപ്പോൾ 100 ചെയ്ത്. ആ പനി നല്ലോണ്ട് മാറിക്കോട്ടെ. പോയി കെടുക്ക്. ഓ പിന്നെ ഓൾക്ക് ഓരോ നേരത്തെ ഓരോ സ്വഭാവമാണ് തരാ. ഓൾ ആ പൊളച്ച സ്വഭാവം കൊണ്ട് ഇന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്റെ ശരിക്കുള്ള സ്വഭാവം എന്താന്നുള്ളത് ഓൾക്ക് ഞാൻ കാണിച്ചോണ്ട് കൊടുക്കും. എന്താ ഇപ്പൊ കാറ്റും മായി. ഇന്ന് രാവിലെ ഒരു ഒലർച്ചുണ്ടായി. കുറച്ചൊക്കെ തിരുമ്പിയത് ഉണക്കിടാൻ പറ്റി. ആള് ഭയങ്കര കൗരവത്തിലാണല്ലോ. പാച്ചിന്റെ റിനിമോള് നാലേ പാച്ചിനെ കണ്ടിട്ടേ ഒരു മെയിന്റ് പോലും ഇയ്യല്ല. പാച്ചിനെ കൂട്ടാതെ പോയില്ലേ. ഞാൻ ഇവിടെ ഒറ്റക്കായില്ലേ. മുണ്ടൂല പാച്ചിനോട് പോയിക്കോ. പാച്ചി ജോലിക്ക് പോയതല്ലേ. ഞാൻ പോകുമ്പോളേ പാച്ചിന്റെ റിനുമോള് ഉറങ്ങിയെന്നല്ല. അതല്ലേ പാച്ചി ഒന്നും മിണ്ടാതെ പോയത്. പാച്ചു എന്റെ തല മൊത്തം വേനുണ്ട്. പാച്ചു എനിക്ക് സഹിക്കണിയ. നല്ല വേനുണ്ട്. തലവേദനിക്കേ? അതിപ്പോ എന്താ ഈ തല വല്ലോടത്ത് ഇടിച്ചെറിയ? എന്താ മോളെ ഈ ഇങ്ങനെ നോക്കണത്? പാച്ചേ തലവേദന്റെ ഗുളിക കണ്ടോ നോക്കട്ടെ ട്ടാ. മരുന്ന് പെട്ടിയില്. മോള് ഇവിടെ ഇരിക്ക്. ഇത്താ മോളെ റിനു, മോളിപ്പോ എന്താ വിളിച്ചത്? ഇത്താന്നോ മോളെ? ഇത്താന്റെ കുട്ടിക്ക് ഓർമ്മ വന്ന എന്റെ കുട്ടിക്ക് ഓർക്കാൻ പറ്റണ്ട കഴിഞ്ഞതൊക്കെ? ഇപ്പൊ ഞാൻ കാരണമാണ് മരിച്ചത്. ഞാനാണ് ഇപ്പൊ മരിക്കാൻ കാരണം. ഉമ്മ ഉമ്മ മോള് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മോളെ റിനു റിനു ഡി എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പോകണത്? അറിയണ ഇനി എന്തെങ്കിലും കാട്ടി കൂട്ടിക്കണാണോ? മനസ്സിലൊരു പാത്തി ഇരിക്കാനും അയക്കൂലല്ലേ ഈ കുട്ടികള്. തടി വരണേ ഒരു നേരം മനസ്സ് ഒഴിഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. എന്തിനാ കുട്ടിയേച്ചി ഇങ്ങനെ വിളിച്ചു കൂണ്? എന്താ ഇപ്പോൾ അടുത്ത് ഉണ്ടാക്കിയേ? ഇതെന്തമ്മ റീനു ഇങ്ങനെ കിടക്കണത്? റീനു മോൾക്ക് ഓർമ്മ വന്ന് ഇന്നില്ലേ ഇന്നെ ഇത്താന്ന് വിളിച്ചിമ്മ മുട്ടിയ ഓർമ്മ വന്നടി. പക്ഷെ ഉമ്മ ഇപ്പൊ അവള് കാരണമാണ് മരിച്ചെന്ന് ചോദിച്ചുകൊണ്ട് ഇന്നിങ്ങനെ തുറച്ചു നോക്കിയിട്ട് ബോധം കിട്ട് വീടുമ്മ. ഇമ്മ നിങ്ങൾ വളർത്തൊന്ന് ഇരിക്കും. ഞാന് ഡോക്ടർക്കൊന്ന് വിളിക്കട്ടെ. മുട്ടി ഇയും കൂടി വാടി. ആ ഡോക്ടർക്ക് വിളിച്ചിട്ടിപ്പോ എന്തിനാണ്? ഡോക്ടർ പോകാൻ വേണ്ടി പറഞ്ഞിരുന്നുണ്ട്. എന്തിനാ എന്റെ കുട്ടിയെ ഈ ചെല്ലാരിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കണത്? ഇടക്ക് എനിക്ക് ഓർമ്മ വരും, ഇടക്കാണ്ട് ഓർമ്മ പോവും. എത്ര വെച്ചിട്ട് എനിക്ക് കായ് ചെലവാക്കണത്? എനിക്കൊരു കാലത്തെ കണ്ടുകൂടാത്ത എന്റെ 100 തന്നെയാണ് ഇപ്പൊ എനിക്ക് വേണ്ടി വന്നത്. ഇത് ചെയ്ത് കൂട്ടി എല്ലാം ഏത് പുറത്ത് ക്ഷമിച്ചിട്ടാണിപ്പോ അതെന്റെ പിന്നാലെ നടക്കണത്. ഇനിയിപ്പോ ആര് പൊറത്താലും ഈ ഇമ്മ എന്നോട് പൊറക്കൂലട്ടോ. ഇമ്മാക്ക്
മനസ്സിലൊരു ബോധ്യം വരണം. എന്റെ കുട്ടി കാരനല്ല നിങ്ങളൊപ്പം മരിച്ചിരിക്കണെന്നുള്ളത്. അങ്ങനെ ഒരു ബോധ്യം വരുമെന്ന് തോന്നണില്ല. അത്രയും വർത്താനം പറഞ്ഞ് ജൈനെ വേദനിപ്പിച്ച അന്ന് രാത്രിയാണ് നിങ്ങളപ്പോ ഒരു കയറുമ്പോ തോന്നിയത്. അത് ഇമ്മാക്ക് പൊറുക്കാൻ പറ്റൂല കേട്ടോ. എനിക്ക് ഓർമ്മ വന്നാലില്ലെങ്കിലും ഇമ്മാക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇമ്മ പൊറുക്കൂലട്ടോ എന്നോട്. ഇമ്മ പൊറുക്കണെങ്കിലേ കുറച്ച് പാടാണ്. ഇമ്മാന്റെ നഷ്ടേ ചെറുതൊന്നല്ല. എന്തായി നൂറ, ഡോക്ടർക്ക് വിളിച്ചിട്ട് കിട്ടിയാ? ഇല്ലടി, എൻഗേജ്ഡ് ആണ്. ഇജിങ്ങനെ ടെൻഷൻ അടിക്കാതെടി. ഡോക്ടർ ചിലപ്പോ വല്ല തിരക്കിലായിരിക്കും. നമുക്ക് കുറച്ചുകൊണ്ട് വിളിച്ചു നോക്കാം. ഇജിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടേ അവൾക്ക് വേണ്ടിട്ടേ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല നൂറ. പ്രീനു പഴയ പോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഇപ്പൊ കാട്ടുന്ന സ്നേഹേ അവൾക്ക് അപ്പ എന്നോട് ഉണ്ടാവും എന്നുള്ളതേ തോന്നുന്നുണ്ട് എനിക്ക്. ഒരിക്കലും ഉണ്ടാവില്ല നൂറ. അവളുണ്ടല്ലോ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളാണ് പ്രീനു. എന്റെ ചോരൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ പറയാണ്, പഴയതൊന്നിച്ച് മറന്നിട്ടില്ല. മറക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഈ പാച്ചെന്ന് വിളിച്ച് നടക്കുന്ന ആളുണ്ടല്ലോ, ഒരു കാലത്തെ എന്നെ തള്ളി പറഞ്ഞിരുന്നു. ഇനി അവൾക്ക് നല്ല സ്വബോധം വന്നിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ എന്നെ തള്ളി പറയും. അത് 100% ഉറപ്പാണ്. ഞാൻ ഒരു കാര്യം പറയത്താനോട്, ഇന്റെ കാര്യത്തിലുണ്ടല്ലോ ഇനി ഒരിക്കലും ഇടപെടാൻ വന്നു പോവരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇന്റെ കാര്യം നോക്കാനേ ഇക്കറിയാം നൂറ. അന്നോടാ ഞാൻ പറഞ്ഞത്, ഇഞ്ഞെങ്ങാനും ഇന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത്താണെന്നുള്ള കാര്യം ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മറക്കും. ആരെന്ത് പറഞ്ഞാലും അവളെന്നെ ചവിട്ടി താത്തിയാലും അവളിന്റെ ചോരയാണ്. നോക്കും ഞാൻ അവളിന്റെ മരണം വരെ.